ഒരു സൈലന്റ് മൗനമായ വിശുദ്ധൻ തന്റെ ജീവിതത്തിലെല്ലാം കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിച്ചത് മൗനമായി സൈലന്റ് ആയിട്ട് ആയ വിശുദ്ധനാണ് വിശുദ്ധ യോസേപ്പിതാവ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയത്തെയും ഈശോയെയും അല്ലെങ്കിൽ യോസേപ്പിതാവ് സംരക്ഷിച്ചത്. തന്റെ കുടുംബജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ കടന്നു വന്നപ്പോഴൊക്കെ യോസേപ്പിതാവ് സംരക്ഷിച്ചു. അതുപോലെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും സംരക്ഷിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ യോസേപ്പിതാവ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, കുടുംബജീവിതത്തിന് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെന്ന് വിശുദ്ധ യോസേപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസം കടന്നു പോയപ്പോൾ രാത്രിയിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് സമാജത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണ്. നമ്മുടെ കുടുംബത്തിലെല്ലാം മധ്യസ്ഥനാണ് വിശുദ്ധ യോസേപ്പിതാവ്. അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുടെ എല്ലാം വിശുദ്ധനായിട്ടാണ് നമ്മൾ മെയ് 1-ാം തീയതി വിശുദ്ധ യോസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അതിനാൾ കൂടി യോസേപ്പിതാവ് കാണിച്ചു തരികയാണ് ഒരു ജോലിയുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് അതിൽ നിന്ന് പഠിപ്പിക്കുന്നു. ചെറുപ്പത്തിൽ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചതാണ് ഈ കാർപ്പൻട്രി അല്ലെങ്കിൽ ഈ ആശാരിപ്പണി. അത് ഈശോയെ പഠിപ്പിക്കുകയും ഈ ടേബിളും മറ്റുള്ള ദിവസം ഉണ്ടാക്കിയപ്പോൾ കുരിശുകളാണ് ഈശോ ഉണ്ടാക്കിയത്. നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ആ ജീവിതം മുന്നോട്ട് പോയത് എന്ന്. അതുപോലെ എളിമയിൽ വളരുവാൻ സാധിച്ചു. വിശുദ്ധ യോസേപ്പിതാവിന്റെ ജീവിതത്തിൽ കടന്നു നോക്കുമ്പോൾ പ്രവാചകന്മാരെ മോശയെ പോലെയും അതുപോലെ മറ്റ് പ്രവാചകന്മാരെ പോലെയൊക്കെ എളിമയിൽ ജീവിക്കുവാൻ വിശുദ്ധ യോസേപ്പിതാവിന് സാധിച്ചു. ഒരു സൂര്യമാർഗമായിട്ടാണ് ആ മാതൃകയാണ് പിന്നീട് ഈശോ പലപ്പോഴും തന്റെ ജീവിതത്തിൽ സൂര്യമാർഗത്തിലൂടെ തന്റെ ദൈവമാവൽമ്യം പ്രകടിപ്പിച്ചത്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ശ്രമിക്കുന്ന കാര്യത്തിന്, അനുസരിക്കുന്ന കാര്യത്തിന്, അല്ലെങ്കിൽ ഭരണപ്രവൃത്തി ചെയ്യുന്ന കാര്യത്തിന്, ക്ഷമിക്കുന്ന കാര്യത്തിലൊക്കെ യോസേപ്പിതാവ് ഏറ്റവും മുന്നിലായിരുന്നു. ആ മാതൃകയാണ് ചെറുപ്പത്തിലെ ഈശോയെ പഠിപ്പിക്കുവാനും നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ സാധിച്ചത്. ഇന്നത്തെ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കുടുംബം, ഈ നാസറത്തിലെ കുടുംബം നമ്മുടെ കുടുംബത്തിലെ മാതൃകയാണ്. ഇന്നത്തെ വായിച്ചു കേട്ടതുപോലെ എങ്ങനെയാണ് ഈ കുടുംബം ജെറൂസലേമിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അത് തിരുനാളിന് പോകുന്നത്. ആ തിരുനാൾ പോയപ്പോൾ മാതാവുണ്ട്, എല്ലാവരുണ്ട്. പക്ഷേ സന്തോഷത്തോടു കൂടിയാണ് അവർ തിരുനാളിന് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ ഈശോ ഇല്ല. ഈ സംവിധാനം വിചാരിച്ചു ഈശോ മാതാവിന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന, മാതാവ് വിചാരിച്ചു യേശുവിന്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ അവർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ അവർ മനസ്സിലാക്കാൻ സാധിച്ചു ഈശോ അവരുടെ കൂടെ ഇല്ല. ഇതാണ് നമ്മുടെ ജീവിതം സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടെല്ലാം കടന്നു വരുന്നത് ഈശോ നമ്മുടെ കൂടെയില്ലായിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ പോവാണ് ഈശോയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ ഒതുക്കപ്പെട്ടത്, അല്ലെങ്കിൽ നാം സ്വീകരിച്ചത്, ബോധാശകളെല്ലാം സ്വീകരിച്ചത് ഈ ദേവാലയത്തിൽ നിന്നാണ്. ഈശോയെ സ്വീകരിച്ച ദേവാലയത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകളെല്ലാം വരുന്നത് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും നാം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഈശോയെ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെയും വചനം കേൾക്കുന്നതിലൂടെയും വചനം പഠിക്കുന്നതിലൂടെയാണ് ഈശോ ദിവസവും നമ്മുടെ കൂടെയായിരിക്കുന്നത്. നമ്മളെ വിശുദ്ധന്റെ യോസേപ്പിതാവിന്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സോട് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അതുപോലെ തന്നെ പ്രാർത്ഥനയുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും ഈ ഈ ജോലിയും ഈ പ്രാർത്ഥനയും നമ്മുടെ ദിവസവും നമ്മൾ പാലിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആകുവാനായിട്ട് അത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നല്ല
നമ്മളങ്ങനെ ക്ഷമിക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, എളിമപ്പെടുന്നില്ലെങ്കിൽ ഈശോ നമ്മുടെ ഹൃദയത്തിലോട്ട്, നമ്മുടെ കുടുംബങ്ങളോട് കടന്നു വന്നില്ല എന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഈശോ കുർബാനയില് വേദഭക്തിയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിലോട്ട്, ഞങ്ങളുടെ ജീവിതത്തിലോട്ട്, ഇടവകയിലോട്ട്, ഇവിടെ എല്ലാവരോടും ഈശോയിൽ വന്ന് നവീകരിച്ച് നല്ലൊരു ജീവിതത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി മരത്തിന് വേണ്ടി നമുക്ക് ഈശോയിൽ വേദഭക്തിയോടും ശ്രദ്ധയോടും പ്രാർത്ഥിക്കാം. ജീവിതം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കവേ. വെളിയിലുള്ള ആൾക്കാർ അവിടെ നിന്നാൽ മതിയാകും. അങ്ങോട്ട് സിസ്റ്റേഴ്സ് വിശുദ്ധ കുർബാനയുമായിട്ട് കടന്നു വരുന്നതാണ്. ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമുണ്ടായിരിക്കുകയില്ല. വിശുദ്ധ സിസ്റ്റേഴ്സ് കുർബാനയുമായി പള്ളിയുടെ മോണകളുടെ 3 സൈഡിലേക്കും സിസ്റ്റർമാർ കടന്നു വരുന്നതാണ്.
നമ്മുടെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ പറയുന്ന വായന ശരിയല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഉള്ളൂ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മുടെ പണികളുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെ വേറെ പരിവാഹങ്ങളുടെ പേരവാഹങ്ങളും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. അത് തെറ്റല്ല. കാര്യങ്ങൾ നമുക്കറിയാം. ഭാവിയിൽ ദൈവത്തിൻ്റെ ഉദാഹരണത്തിന് മുമ്പിൽ സാമാന്യമായി പുള്ളി ഡാൻസ് കളിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ബാക്കി വിസ്തീരിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അത്രയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ കേസുകളിലെ ഒത്തിരിയേറെ വിവരങ്ങൾ ഈ നാടുകളിൽ നമുക്ക് നന്നായിട്ട് അഭിമാനിക്കുന്നുണ്ട്. ദിവസം കൂടെ അഭിമാനിച്ച ഏറെ യുവജനങ്ങളുണ്ട്. നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഈ പള്ളിയിൽ പരിസരമൊക്കെ അവിടെയുടെ പ്രവർത്തന വേദിയാണ്. നമ്മൾ ഈ സമ്പാദിക്കുന്നതും നമ്മൾ അഭിമാനിക്കുന്നതും നമ്മൾ ആഘോഷിക്കുന്നതും എല്ലാം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കാൻ ആരും ഉണ്ടാവില്ല. പള്ളികളിൽ നിന്ന് കൊണ്ടുവരേണ്ടവരും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പാരമ്പര്യം മനോഹരമായിട്ട് തുറന്നുകൊണ്ട് പോകണമെങ്കിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് ചേർത്ത് പിടിക്കണം. അവർ ചില തലങ്ങളും നമ്മൾ ചേരാത്ത ചില ശൈലികളൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ നമ്മൾ ആലോചിപ്പിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടത്. ആ ഒരു കൂട്ടായ്മയിൽ കുഞ്ഞുങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ വായിക്കുന്ന ശേഷം അതുപോലെ നമ്മുടെ പ്രസിദ്ധങ്ങളുടെ പേര് വായിക്കുകയും അവരുടെ ചിരികളും നോവല പുസ്തകവും കൊടുത്തതായിരിക്കും. ഒരിക്കൽ കൂടി ഈ നോവല പുസ്തകം വാങ്ങിയിട്ട് പോയപ്പോൾ എല്ലാ കുടുംബങ്ങളിലും നോവല ചൊല്ലണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അടുത്ത വർഷം നിങ്ങൾ ഇവിടെ നോവലനെ എടുക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇവിടെ എഴുതി തരികയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. യു പി സ്കൂളിൻ്റെ സ്റ്റേജ് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ ഈ പ്രദർശനം കഴിഞ്ഞ് ആദർശത്തിന് കഴിഞ്ഞ് പറഞ്ഞതാണ് ഇന്നത്തെ പോലെ 2 സമ്മാനങ്ങളാണ്, 3 സമ്മാനങ്ങൾ കൊടുക്കുക. ഒന്നാമത് ദിവികാരൻ്റെ വർഷം പ്രമാണിച്ച് 360 ദിവസവും ദേവാലയത്തിൽ വന്ന കുടുംബത്തിന് കുടുംബാംഗങ്ങൾക്കുള്ള ഒരുമിച്ച് സ്റ്റേജിൽ കയറുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതെല്ലാവരും ആ സ്റ്റേജിൽ ഒരുപാട് മുമ്പിൽ ആദ്യം പോയിരിക്കുക. സമ്മാനം വാങ്ങിയിട്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് പോയി ഇരിക്കാവുന്നതാണ്. സമയങ്ങളായ കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ വിവാഹിതരായിട്ടുള്ള ജീവിത പങ്കാളികൾ ആരെങ്കിലും ഇവിടെ ഇല്ലാതിരിക്കുകയും യാത്ര പോവുകയും ചെയ്തതിൽ സാരമില്ല. ഓൺലൈനാണ് വന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് വാങ്ങണമെന്ന് സ്നേഹപൂർവ്വം ഓരോ സമയത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സവിശേഷമായ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ നല്ല മനസ്സാണ്. അവർക്കൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നവരുടെ പേര് താഴെ വായിക്കുന്നതാണ്. എല്ലാ ഉപകാരികളെയും നമ്മൾ ഓർക്കുകയും ചേർത്ത് പിടിക്കുകയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് താമരശ്ശേരി ചുരം ബാൻഡിൻ്റെ മ്യൂസിക്കൽ ബാൻഡിൻ്റെ മെഗാ മ്യൂസിക്കൽ ഷോ ഉണ്ടായിരിക്കും. അതിലേക്ക് കേരളം ഇപ്പോൾ ലീഡിങ്ങിനായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ബാൻഡ് ഗ്രൂപ്പാണ് ഈ താമരശ്ശേരി ചുരം. അത് നമുക്ക് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് കിട്ടിയതാണ്. നമ്മുടെ കമ്മിറ്റികൾ കഴിഞ്ഞ് പ്രോഗ്രാം കഴിച്ചപ്പോൾ വെള്ളത്തിൽ ഒരു പ്രോഗ്രാം കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞ് ഇവരുടെ ഡേറ്റ് ക്യാൻസൽ ആയപ്പോൾ അവർ വിളിച്ചതാണ്. അങ്ങനെ നമുക്ക് ആ പ്രോഗ്രാം കിട്ടാൻ ഇടവന്നത്. വലിയ പൈസ നടക്കുന്ന സ്റ്റേജും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് കൊണ്ടാണ് ഇന്നലെയും നമ്മൾ ആ പ്രോഗ്രാം ചെയ്യാനായിട്ട് ചെയ്യിച്ചത്. അപ്പോൾ അവിടെ ആ സ്റ്റേജിൽ മുടക്കിയ പൈസ നമുക്ക് ഏകദേശം മുതലാക്കാനായിട്ട് സാധിക്കും. 2 ദിവസം നിങ്ങളെല്ലാവരും കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സത്യപ്രകാശമായ ശിഖായി അന്ധകരമായ ദൗത്യത്തിൽ ഞങ്ങളുണ്ടാകുന്ന അപകടങ്ങളിൽ ധൈര്യപൂർവ്വം ചെയ്ത് വിധിപ്രകാശത്തിൽ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൈകളിൽ നിരന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ തയ്യാറാണെന്ന് കൽപ്പിച്ചിരിക്കണമേ. ഈ തിരികൾ ആശീർവദിക്കണമേ. അന്ധകാരമെല്ലാം നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശമാനമായി സംരക്ഷിക്കുവാനും ഇവ ഞങ്ങളെ സഹായിക്കുവാനാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അധികം സിനിമകളുടെ പേര് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ തന്നെ
ഇന്ന് വൈകിട്ട് കേരളം അടുത്ത ചാൻസ് കൊടുക്കുകയാണ്. പേര് വായിക്കേണ്ട നിങ്ങൾ മുമ്പോട്ട് കടന്നു വരിക. എബിൻ ബിബിൻ ഏജ് മരുന്നുകൊണ്ട് സെബിൻ അഞ്ചാനി വെള്ളപ്പള്ളി, സെബാസ്റ്റ്യൻ വെള്ളപ്പള്ളി, റോബിൻ കൊട്ടാരത്തിൽ വെള്ളപ്പള്ളി, റിച്ചാർഡ് താതികൾ, സീന വിനോദൻ ഫാമിലി, തേങ്ങാപ്പറമ്പിൽ ബിനീഷ് വെള്ളപ്പള്ളി, ആങ്കർ ത്രേസ്യ, ജെസ്സി ആൻഡ് ഫാമിലി ആങ്കർ, ജിജേഷ് ആൻഡ് ഫാമിലി, ജോസഫ് മുന്നാട്, പ്രിൻസി കെ ജെ കഥളി, ജോസഫ് കെ ജെ കഥളി, സജി ചെറിയ ആൻഡ് ഫാമിലി, ജില്ലാസ് ലേണിംഗ് സൊല്യൂഷൻ, റയാൻ സോണി കപലമാക്കൽ, അലോണാസ് ലിയോണ റാൻ പന്നാരകൂട്, ജോസഫ് മുന്നാട് ആൻഡ് ഫാമിലി, റോണി പടിഞ്ഞാറ കുറച്ച് വീട്ടിൽ ആൻഡ് ഫാമിലി, ജിനീഷ് ആവശ്യം, ടൈറ്റസ് പെരുവിടപ്പുറത്തമ്പലി, ജോജോ പടിഞ്ഞാറ കുറച്ച് വീട്ടിൽ, അനു ജോഷി തുരുത്ത്, ആഷ്ലി ജോഷി തുരുത്ത്, ആലി മരിയ തുരുത്ത്, അബിൻ ജോഷി തുരുത്ത്, ഡിസ്മിൻ മുഞ്ഞനാട്ട്, ആൽബിൻ മുഞ്ഞനാട്ട്, മാത്യു ആൻഡ് കൊച്ചുമക്കൾ മുഞ്ഞനാട്ട്, ജോൺ വടക്ക്, വടക്ക്, അനുമോൾ ആത്രശ്ശേരി, ആൽബിൻ ആത്രശ്ശേരി, സണി ഫിലോമിന, ജോൺ തുരുത്ത്, നിതിൻ ജോർജ് വേങ്ങാപ്പറമ്പ്, സ്നേഹ ജോർജ് വേങ്ങാപ്പറമ്പ്, ടോം ജോർജ്, ജാന രാജേഷ്, മീര രാജേഷ്, സാറ ജൈവ നെല്ലിവേലി, അംശേരി സുരേഷ് പഞ്ചേരിയിലും, ജോസഫ് കെ കെ നെല്ലിവേലി ആൻഡ് ഫാമിലി, ജോയ്സി കുര്യാക്കോസ്, മേരി എൻ കെ മാങ്കുഴിയിൽ, കുര്യാക്കോസ് നെല്ലിവേലി, സച്ചി നെല്ലിവേലി, ജോർജ് മാത്യു മുന്നൂർപ്പിടി, മത്തായി ചെറുപുഴ, അഞ്ചു കുര്യാക്കോസ്, അക്ഷയ ലിജു ആൻഡ് ഫാമിലി മൂത്താമം, ജെയിംസ് കണ്ണകരി ആൻഡ് ഫാമിലി തങ്കച്ചൻ തുരുത്തെ വെള്ളവഴി, മനു ജോസഫ് മലവട്ടി കൊടുത്ത്, ജോസഫ് മലവട്ടി കൊടുത്ത്, നെവിനു റിയ മാങ്കുളത്ത്, നിയ നേഹ മാങ്കുളത്ത്, മാത്യു പിള്ളേടാട്, ജോമൻ അരക്ക്, ജിജോ കൊത്തുപരക്കൽ, ഇവാൻ മരിയ അലക്സ് മാനാനത്ത്, പുനർപതി, മിഖ മരിയ ജോബിൻ മഞ്ഞപ്പള്ളിൽ, ജോബിൻ ജോസ് ഫാമിലി മഞ്ഞപ്പള്ളിൽ, ജലോ ഗോജൻ കടുകന്മാകൽ, ഇസാ സേവ ജിജിൻ തകർപ്പത്ത്, നദാൽ നദാനിയ ജീവ തകർപ്പത്ത്, ആന്റണി എത്തുകോടെ ഫാമിലി, തകച്ചൻ വയലൻ ഫാമിലി, ഐൻസ്റ്റീൻ കൊല്ലവേത്ത്, തകച്ചൻ വയലൻ ഫാമിലി, തോമസ് സർവോട്ടെ, ജെയ്സൺ കാര്യത്തിലത്ത്, റോയ് കാര്യത്തിലത്തിന്റെ ഫാമിലി, വിജി മുടപ്പന്തോട്ട്, ഏജർ ജോസ് കുടുകാപ്പള്ളി, ആൻസൺ ജോസഫ് കുടുകാപ്പള്ളി, സിയ മരിയ മുഖത്ത്, സ്റ്റെഫി ആൻഡ് ടോമി വളർത്തിക്കാട്, എഡ്വിൻ ടോമി വളർത്തിക്കാട്, ജോസഫ് കോളൂര്, ജോൺസൺ ജോസഫ് ജിനാഗുരി, കെ ടി തോമസ് കുഴിക്കാട്, ഷിനോ നെല്ലൂക്കി, ജാൻ ആൻഡ് ജൊഹാൻ പുത്തമ്പരക്കൽ, സിവിൻ ആൻഡ് അലൻറ്റ പുത്തമ്പരക്കൽ, അലിയ ജോസഫ് പിണ്ടാക്കൽ പെരുമന, അലിയ ജോസഫ് പിണ്ടാക്കൽ പെരുമന, ജോസഫ് മുതുകുളത്തിൽ, സെബാസ്റ്റ്യൻ മുതുകുളത്തിൽ, ജോൺ മുതുകുളത്തിൽ, സാബു മുതുകുളത്തിൽ, ഇമാനുവൽ ഇസ്ഹാഖ് മുതുകുളത്തിൽ, റെനി മാണിക്കറായ ഫാമിലി, സണ്ണി പാറക്കുന്ന ഫാമിലി, ജോസഫ് ചക്കുങ്കൽ, ജസ്റ്റിൻ ജോസഫ് ചക്കുങ്കൽ, ലിലി കരുകൽ, തെരേസ അലോന പുതുശ്ശേരി, മാത്യു വയലൻ ഫാമിലി, കുര്യൻ പരശ്ശേരി ഫാമിലി, ബിനീഷ് കേടുകാരൻ ഫാമിലി, മാത്യു കുന്നത്തിൽ ഫാമിലി, താമസ കുന്നത്ത്, ഇസമ്മ കുന്നത്ത്, ഡെലീറ്റ മരിയ കുന്നത്ത്, ഐവിൻ ചാക കുന്നത്ത്, വേദ നിസത്ത് കുന്നത്ത്, ബെല്ല തെരേസ് കുന്നത്ത്, ജസ്റ്റോ എടപ്പാട് കുന്നത്ത്, ജോജോ ആൻഡ് ഡെൻസി പാറകൾ ഒരു വിശ്വാസി, തോമസ് പ്രിൻസ് കൂട്ടുകാരുടെ, നടപ്പുറത്ത് അമലാക്കി, സിവിൻ പ്രിൻസി റയാൻ കാലാണ്ട്, പാർന പൗലോസ്, മുത്തനാട് നിവി അഗസ്റ്റിൻ, ഇവാനൽ ഐരൻ, മരിയ ജോസഫ് മസ്തൂരിയിൽ, ബെന്നി തോട്ടത്തിൽ, ജോൺച്ചർ ജോർജ് ജോർജ് വടക്കേമുറി, സനൽ കാലാച്ചേരി, മാത്യു നെല്ലൂട്ട്, റൈഗോ തോമസ് മുടക്കൽ, റൈനി തോമസ് മുടക്കൽ, ഏഡൻ പ്രിയ ഡിഫിൻ മുടക്കൽ, ലൂസി തോമസ് മുടക്കൽ, ആന്റണി സാബു പേടേക്കൽ, ഡേവിഡ് ജോൺ ജോസഫ് വിച്ചാർഡ് ഫാമിലി, ജിനീഷ് ആൻഡ് ഫാമിലി വിച്ചാർഡ്, എസ്റ്റർ ജോ താളിക്കൽ ബേസിക്കലി, ആൻഡോ വിച്ചാർഡ്, ഷിബ കുന്നുപുറത്ത്, മത്തായി ആവശ്യം, വെല്ലി വടക്കേല്, സിയോണ ആൻഡ് സാബിയോ സലാല കാവുമൂന്ന്, മനു എം സരിത കാവുമൂന്ന് സലാല, ഷെലി ഗിരീഷ് സിമറ്റി, ജോയി കോന്നേക്കാട്, ഷിബു പള്ളിക്കുടി, ജോർജ് പള്ളിക്കുടി, ബിനു കുന്നേൽ ഫാമിലി, അനുപ്രിയ ജോൺസ് പിടിച്ചാട്, അഖിൽ ജോൺസ് പിടിച്ചാട്, അബ്രഹാം പോളാട്, ജയനാട്, റോയ് ആൻഡ് ഫാമിലി പിടിക്കുന്നത്, ജിസ റോയ് പിടിക്കുന്നത്, ജിബിൻ സ്നേഹ പിടിക്കുന്നത്, സി വലിയ രാധ അരകൽ, മേരി വർഗീസ് സ്നേഹത്തിൽ, ലിജു പുത്തുപള്ളി, ജോസഫ് പിച്ചാട്, അന്ന പിച്ചാട്, റോണി ദേവസ്യ ഫാമിലി കഥകളിക്കാട്, ഷാജു കുര്യൻ ഫാമിലി കുന്നുപുറത്ത്, ജെയ്സൺ ഈസ ബോഡി പൂർത്തിക്ക്, ലയ കെവിൻ മണാങ്കുടിയിൽ, ജോബിന്റെ നബിൻ പള്ളിപ്പറമ്പിൽ, ജിൽസൺ നീതു, ജോബിന്റെ വയലിൽ, ജോസഫ് ആൻഡ് ഫാമിലി തോട്ടത്തിൽ, ഷാജു ഫാമിലി
ലിയോണ മരിയ ബേബി ആസ്ന, ജോബി എൻ സുനിത ആസ്ന, ജോർജ് എൻ ഫാമിലി പാറശ്ശേരി, തോമസ് എൻ ഫാമിലി കുടുംബത്തിൽ, ജോസഫ് എൻ ഫാമിലി വഴിയിൽ, അഖിൽ എൻ അമല വഴിയിൽ, സന്തോഷ് എൻ ഫാമിലി വഴിയിൽ, ജെസ്സി വഴിയിൽ, ഹരീഷ് ഫാമിലി നേരത്ത്, ജോസഫ് കഥകാരൻ, മേരി ജോസഫ് കഥകാരൻ, വിജിൻ ജോസഫ് കഥകാരൻ, ജോസി വിജിൻ കഥകാരൻ, ആൻമരിയ വിജിൻ കഥകാരൻ, ഗ്രേസ് മരിയ വിജിൻ ും
Here
ശാരീരികവുമായ എല്ലാ മതങ്ങളാലും പരിഷ്കരിക്കാതെ അനുഗ്രഹിച്ച ദൈവമേ, നീതിമാനായ പരസ്പരയും സകലവിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ കാര്യദർശിമാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിച്ചിരിക്കുന്നതിനെ വിശ്വാസത്തിലർപ്പിച്ചവരും സുഹൃത്തുക്കളെ തീർച്ചയായി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായ ക്രിസ്തുദേവനായ ഫ്രാൻസിസ് പാപ്പായും നമ്മുടെ പിതാവും വേണ്ടിയും ജോസഫിന് വേണ്ടിയും അവരുടെ സഹോദരന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് അനുസരിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാവരെയും ആശീർവദിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അത്ഭുതകരമായ വരങ്ങളാൽ പ്രവർത്തിക്കുന്നത്
ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. നമ്മുടെ തിരുനാളിന്റെ ഭാഗമായിട്ട് ആദരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവര് എല്ലാവരുടെയും പേരുകളിൽ കിട്ടിയിട്ടുണ്ട്. അവർ ഈ സ്റ്റേജിന് ഇടതുവശത്ത് അവർക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന കസേരകളിൽ വന്നിരിക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ ആദരിക്കപ്പെടുന്നവരുമുണ്ട്. നമ്മുടെ ഈ സംരംഭത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള കുറേ ആൾക്കാർ നമ്മളെ ആദരിക്കുന്നവരുണ്ട്. അവരും ഈ സ്റ്റേജിന് ഇടതുവശത്തുള്ള കസേരകളിൽ വന്നിരിക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. നമ്മുടെ ചടങ്ങുകൾ കൃത്യം 7:30 ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഗ്രൗണ്ടിൽ കസേരകളിൽ വന്നിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. Test, check. Check. ജൂബിലി ആദരവ് ഏറ്റുവാങ്ങി ജോബി അനുസ്മിത ക്ലാസിനാൽ സന്തോഷ് ആൻഡ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. എല്ലാ നന്മകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സുന്ദരമായ സായം സന്ധ്യ നമ്മൾ ദിവ്യബലിയോടുകൂടി ആരംഭിച്ചു. ഇപ്പോൾ അല്പം മനസ്സിന് സന്തോഷവും ഉല്ലാസവും ഉത്സാഹവും തരുന്ന കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്പം ആളുകളെ ഒന്ന് മാനിക്കുന്നതിനും ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ബഹുമാനനായ MLA സണ്ണി ജോസഫ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളുടെ കുടുംബത്തിലെ ആഘോഷത്തിന് സാർ ഇവിടെ എത്തിച്ചേർന്നതിനുള്ള വലിയ സന്തോഷം സാറെ രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും പേരിൽ സണ്ണി സാറിന് നമ്മളുടെ ഈ കൂട്ടായ്മയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അതുപോലെ ബഹുമാനരായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാര്, നമ്മളുടെ ഇന്ന് ബലിയർപ്പിച്ച ബഹുമാനപ്പെട്ട ജെറോമച്ചൻ, ഷേൺസ്റ്റാറ്റ് സഭാ അംഗമായ ബിജോയ് അച്ഛൻ, ഞാൻ കാണുന്നതനുസരിച്ചാണ് എങ്കിലും ചെട്ടിയാമ്പരമ്പിലെ പ്രിയപ്പെട്ട അച്ഛൻ വികാരിച്ചൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട നാനാജാതി മതസ്ഥരായ തൊണ്ടിയിലെ പേരാവൂർ ഈ പ്രദേശത്തിന്റെ ഐശ്വര്യമായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു സായം സന്ധ്യ ആശംസിക്കുന്നു. ഈശ്വരാനുഗ്രഹം പെയ്യുന്ന ഈ ദേവാലയത്തിന്റെ അങ്കണത്തിലായിരുന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അല്പനേരം നമ്മളുടെ ഈ പ്രോഗ്രാം, കൾച്ചറൽ പ്രോഗ്രാം താമരശ്ശേരി ചുരം, ഇന്ന് കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള
മ്യൂസിക്കൽ ബാൻഡാണ് നമുക്കറിയാം. അവരുടെ പ്രോഗ്രാം നമുക്ക് ആസ്വദിക്കാം. അതിന് മുമ്പായിട്ട് 1-2 പേരെ ആദരിക്കാനും അതുപോലെ ഏതാനും സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട്. അതിനുമായിട്ട് ആളുകളെ വിളിക്കുവാനായി കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട മാത്യു സാറിനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. മ്യൂസിക്കൽ പെർഫോമൻസിന് മുമ്പുള്ള ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളിവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ തിരുനാളിന് നമ്മളോടൊത്ത് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സഹകരിക്കുന്നവരാണ്. എല്ലാവരും ഈ ഇടവകയിലുള്ള 1500ഓളം വരുന്ന ഇടവകക്കാരെല്ലാം ഈ തിരുനാളിനോട് ചേർന്ന് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും, പേരാവൂർ നാട്ടിലുള്ള എല്ലാവരും, ഈ പ്രദേശത്തുള്ള എല്ലാവരും, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഈ പേരാവൂരിന്റെ ഈ മഹത്തരമായിട്ടുള്ള തിരുനാളിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് കൂടുതലായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളും നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതിനാദ്യമേ തന്നെ വിളിക്കുന്നത് നമ്മുടെ അച്ഛന് തിരക്കുണ്ട്, ഒത്തിരി ബിജോയി അച്ഛന് ഒത്തിരി തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ആ തിരക്ക് ഞങ്ങൾ പരിഗണിക്കുന്നില്ല. കാരണം നമ്മുടെ തിരുനാളിൽ വന്നാൽ തിരുനാൾ കൂടിയിട്ടേ പോകാൻ പാടുള്ളൂ അച്ഛൻ. എന്നാലും അച്ഛനെ ഞങ്ങൾ മാനിച്ചുകൊണ്ട് ഷെയ്ൻ സ്റ്റാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ബിജോയി അച്ഛനെ ഏറ്റവും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ അദ്ദേഹത്തിന് ഒരു ആദരവ് ഇപ്പം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് ഷാജി അച്ഛനെ ആ സന്തോഷം നമുക്ക് ഷെയർ ചെയ്യാം. അവർക്ക് വേണ്ട എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഇടവയുടെ ഉണ്ടായിരിക്കുന്നത് ഓർപ്പിക്കുകയും ചെയ്യണം. താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മളൊരു നല്ല ദിവസമാണെന്ന് നമ്മൾ ഇവിടെയുള്ളത്. കാരണം നമ്മുടെ വൈദികരുടെ നാമഹേതുക തിരുനാളും അവരുടെ ജന്മദിനങ്ങളും ഒക്കെ ആഘോഷിക്കുന്നത് നമുക്ക് അനുഗ്രഹപ്രദമായ ദിവസങ്ങളാണ്. ഇന്നും അതുപോലെയുള്ള നല്ലൊരു ദിവസമാണ്. കാരണം നമ്മുടെ കൊച്ചനായിട്ടുള്ള അസിസ്റ്റന്റ് വികാരിയായിട്ടുള്ള സോമി ഇല്ലിക്കലച്ഛന്റെ ബർത്ത്ഡേ ആണെന്ന് ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? യെസ്. അപ്പൊ അങ്ങനെ ഒന്ന് കൈയടിച്ച് നമ്മുടെ സോമി അച്ഛനെ നമ്മൾ ആദരിക്കുകയാണ്. ആ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുക. നമുക്ക് എല്ലാവർക്കും ചെലവ് അച്ഛൻ ചെയ്യുന്നതായിരിക്കുമെന്ന് വികാരി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ലേ ഉള്ളൂ. ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ സോമി അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛനെ അതുപോലെ MLA സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛനെ നമ്മൾ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ അച്ഛന് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജോൺസൺ പൊട്ടങ്ങി സാറ്, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായ ജോൺസൺ സാറിനെ സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛനെയും അതുപോലെ MLA വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജെറോമച്ചൻ അവിടെ ഇവിടെ ഇരുട്ടായോട് കാണുന്നില്ല അച്ഛാ. ജെറോമച്ചൻ അവിടെ ഇപ്പം അച്ഛനെ കാണാതിരിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ നമ്മുടെ ട്രസ്റ്റികളെ നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോൺ സാറേ. ബഹുമാനപ്പെട്ട MLA സണ്ണി ജോസഫ് സാറേ, ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് നമ്മൾ പ്രത്യേകം ജന്മദിനം ആദരിക്കുന്ന സോമ്യച്ച, ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു വർഷമായിട്ട് സ്വാമിയച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് വചനപ്രഘോഷണ സമയത്ത് വാർഡ് കൂട്ടായ്മയിലൊക്കെ അച്ഛൻ വരുമ്പോൾ നമ്മളോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഒരു വർഷമായിട്ട് നമ്മുടെ മനസ്സിനെ സോക്രട്ടീസിനെ പോലെ ചോദ്യങ്ങൾ ചോദിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആരാണ്, എന്താണ്, എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. മറ്റൊരു കാര്യം, ഞാൻ അച്ഛനെ എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖവുമായിട്ടാണ് കണ്ടിട്ടുള്ളത്. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അച്ഛൻ ഒരിക്കലും വിഷമം മുഖത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. അച്ഛനെക്കുറിച്ച് അറിയാവുന്ന മറ്റൊരു കാര്യം, അച്ഛൻ്റെ അമ്മാവൻ, അമ്മയുടെ സഹോദരൻ, MSFS സഭയുടെ ബാംഗ്ലൂർ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ്. അപ്പോൾ തൻ്റെ മരുമകനെ ബാംഗ്ലൂരിലുള്ള ഏതെങ്കിലും കോളേജിലോ ആശ്രമത്തിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ, അതല്ലെങ്കിൽ MSFS സഭയിലെ ഏതെങ്കിലും ഒക്കെ സ്ഥാനത്തിരുത്താതെ തലശ്ശേരി അതിരൂപതയിലേക്ക്, ഈ പേരാവൂരിലേക്ക്
അമ്മാവൻ വനവാസത്തിന് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവത്തിന്റെ ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്ക് അച്ഛൻ്റെ ശുശ്രൂഷ ലഭിക്കുന്നതിനും ഈ പേരാവൂരിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാമത്തിലുള്ള പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഒത്തിരി വളരുവാനും അച്ഛന് അവസരം ലഭിക്കട്ടെ എന്നുള്ള വലിയ ദർശനം കൊണ്ടാണ് ഒരുപക്ഷെ വലിയ വലിയ ഒരു സ്ഥാനങ്ങളിലേക്ക് വളരാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ അച്ഛനെക്കുറിച്ച് ഓർക്കുകയാണ്. അച്ഛൻ എപ്പോഴും സൺഡേ സ്കൂളിലേക്കൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും കടന്നു വന്ന് കുട്ടികളോടൊക്കെ വളരെ ഊർജ്ജസ്വലമായിട്ട് ഇടപെടുന്നതും. അച്ഛനു മുമ്പ് നമുക്ക് ഇടവകയിലെ 2 കൊച്ചച്ഛന്മാരും ഒരു റെസിഡന്റ് പ്രീസ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന അവസരമുണ്ട്. സൗമ്യച്ചൻ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു, 1 കൊല്ലത്തേക്ക് ഞാൻ പേരാവൂരിൽ സ്ഥിരമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് റെസിഡന്റ് പ്രീസ്റ്റിന്റെ പോരായ്മ അവിടെ തീർന്നു. റെസിഡന്റ് ആണ് 1 വർഷത്തേക്ക്. രണ്ടാമത്തെ കാര്യം, 2 കൊച്ചച്ഛന്മാർക്ക് പകരം ആ ശുശ്രൂഷ മുഴുവൻ നിർവഹിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന അഭിമന്യ പിതാവും അതിരൂപതയും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സൗമ്യച്ഛന് ഒരു കൊച്ചച്ഛൻ മാത്രം ഈ കാലയളവിൽ ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അച്ഛൻ്റെ ജന്മദിനത്തിന് പ്രാർത്ഥനകളും ആശംസകളും. ഒത്തിരി ജന്മദിനങ്ങൾ വളരെ മനോഹരമായിട്ട് ഈശോമിശിഹായിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് സൗമ്യച്ചനൊരു ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചാലോ? സൗമ്യച്ച എന്ന് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ മതി. സൗമ്യച്ച, ഒന്നും കൂടെ ഉറക്കെ, സൗമ്യച്ച. ഓക്കെ, താങ്ക് യു. അച്ഛനെ ക്ഷണിക്കുകയാണ്. അച്ഛനെ ഒരു ബൊക്ക കൊടുത്തുകൊണ്ട് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്കച്ചൻ തുരുത്തെ സ്ഥലം മുമ്പിടും. അതുപോലെ തന്നെ അച്ഛനെ ഒരു ഷാളണിക്കുന്നതിന് വേണ്ടിയിട്ട് ജോയി മണ്ടുപാലയെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ട്രസ്റ്റ് കൂടിയായ ജോയിയെ ക്ഷണിക്കുകയാണ്. ഓക്കെ, അത് കൈയടിക്കാം. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ഈ സാന്നിധ്യം തിരുനാളിന് നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് എപ്പോഴും സുപരിചിതനായിട്ടുള്ള നമ്മുടെ MLA ആണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കേണ്ട കാര്യം, പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് ഒരു ആദരവാണ് MLAയുടെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചും ആദരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് MLA നമ്മൾ ആദരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ട്രസ്റ്റിയുടെ സണ്ണി ചേച്ചൂരിനെ ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ബെനഡിക്റ്റൻ സഭാംഗമാണെങ്കിലും ഞങ്ങൾ പറയുമ്പോൾ അഹംഭാവത്തോടെയും അഭിമാനത്തോടെയും പറയും, ഞങ്ങളുടെ ഒരു അച്ഛനാണ് ജെറോമച്ചൻ. ജെറോമച്ചൻ ഇവിടെ വരികയും നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഇടയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ജെറോമച്ചനെ ആദരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അതിന് ആദരവ് കുറവ് തന്നെയാണ്. അതുകൊണ്ട് അച്ഛനെ ഞങ്ങൾ സ്നേഹപൂർവ്വം ആദരിക്കുകയാണ്. ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ നർത്തകിക്കാരൻ കൂടിയായിട്ടുള്ള സാബുവിനെ ക്ഷണിക്കുകയാണ്. സാബു ഇരപ്പക്കാട്ട്. ഇവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. 2 വാക്ക് നമ്മൾ സംസാരിക്കും. പേടിക്കണ്ട, നമ്മുടെ മ്യൂസിക്കൽ ബാൻഡ് ഈസ് റെഡി ഫോർ യു. 8 മണിയാണ് നമ്മൾ സമയം പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ആരംഭിച്ചിരിക്കും. ഇല്ലെങ്കിൽ 5 മിനിറ്റ് താമസിച്ച് തുടങ്ങിയിരിക്കും. ഓക്കെ, MLA നമ്മൾ സാറ് നമ്മളോട് സംസാരിക്കും. ബഹുമാനനായ ആർച്ച് പ്രീസ്റ്റ്
വൈദികരെ, പ്രിയപ്പെട്ട കോർഡിനേറ്റർ മാത്യു സാറ്, മറ്റ് കമ്മിറ്റിക്കാര്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുട്ടികളെ, പേരാവൂരിൻ്റെ പേരും പെരുമയും ഒരിക്കൽ കൂടി വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ തിരുനാൾ പരിപാടികൾ പുരോഗമിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിലേക്ക് എന്നെയും ക്ഷണിച്ച് പങ്കാളിയാക്കിയതിന് പ്രിയപ്പെട്ട ഷാജിയച്ചനും അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സോമിയച്ചനും മറ്റ് വൈദികർക്കും അതുപോലെ തന്നെ കമ്മിറ്റിക്കാർക്കും എല്ലാം പ്രത്യേകം നന്ദി പറയുകയാണ്. നമുക്കറിയാം, കുടിയേറ്റത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് പേരാവൂർ. പേരാവൂരിൻ്റെ പ്രൗഢിയും പേരും പെരുമയും ഈ നാടിന് വലിയ സംഭാവനകൾ ചെയ്ത നമ്മുടെ കർഷകക്കാരന്മാരുണ്ടാക്കിയ പേരും പെരുമയുമാണ്. അവരുടെ കഠിനാധ്വാനമാണ്, അവരുടെ വിശ്വാസ ജീവിതമാണ്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ആ മുന്നേറ്റത്തിന് എല്ലാവിധ ആശംസകളും ഈ പെരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കലാപരിപാടികൾക്കും അതുപോലെ തന്നെ ഇവിടെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച് വിജയം കണ്ടെത്തിയവരെ ആദരിക്കുന്ന മനോഹരമായ ചടങ്ങുണ്ട്. അവർക്കെല്ലാം ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഒരു മിനിറ്റ്, ഞങ്ങളുടെ കുറച്ച് പേരൊന്ന് ആദരിച്ചിട്ട് ഓക്കെ. നമ്മളിനി നൽകുന്നത് ജൂബിലറീസിനെ ആദരിക്കുകയാണ്. 25 വർഷവും 50 വർഷവും അവരുടെ വിവാഹ ജീവിതം, കുടുംബ ജീവിതം ഏറ്റവും ഭദ്രമായ രീതിയിൽ കൊണ്ടുനടന്ന ചെയ്തവരെ നമ്മൾ ആദരിക്കുകയാണ് ഇപ്പോൾ. അവര് അതിനുവേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഇടവകയുടെ വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയാണ്. അതിന്റെ പ്രസിഡന്റായിട്ടുള്ള ഫ്രാൻസിസ് സാറിനെ അത് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാദരം ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഏതൊരു ജീവിതാന്തസ്ഥത്തിലും 50 വർഷങ്ങളും 25 വർഷങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയും കരുതലും ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ലഭിച്ച കുറച്ച് കുടുംബങ്ങളും അതുപോലെ തന്നെ സമർപ്പിതവും നമ്മുടെ ഇടവകയിലുണ്ട്. അവരെ ആദരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ 50 വർഷങ്ങൾ പൂർത്തീകരിച്ച സമർപ്പിതരെയും അതുപോലെ തന്നെ ദമ്പതികളെയും ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി സിസ്റ്റർ മേഴ്സി ജോർജ് SH ആദരവ് അർപ്പിക്കാനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോർജ് അറവകളെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. സണ്ണി ജോർജ് എവിടെ പറഞ്ഞു തെറ്റിപ്പോയി. അടുത്തതായി ജോർജ് ആൻഡ് ലിസി റാത്തപ്പള്ളി. ടൗണിൽ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ട് ഞങ്ങളെ വിളിച്ച് ജൂബിലറിയൻസിനെ ആദരിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർകളാണ്. അടുത്തത് സേവ്യർ ആൻഡ് ആലീസ് ചെങ്ങിനിയാട്. അറിയാം 14 ചിത്രല്ലേ? ജോർജ് ആൻഡ് അന്നക്കുട്ടി മുണ്ടക്കൽ. അടുത്തത് ജേക്കബ് ആൻഡ് ചിന്നമ്മ മറ്റത്തിൽ. ജേക്കബ് ചേട്ടന്
ശാരീരികമായ കുറച്ച് വിഷമങ്ങളുള്ളത് കൊണ്ട് ചിന്നമ്മ ചേച്ചി മാത്രമാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ സമർപ്പിതരെ ആദരിക്കുന്ന ചടങ്ങാണ്. സിസ്റ്റർ സിബിയ MSMI. സിസ്റ്റർ സിബിയ സ്ഥലത്തില്ല. സിബിഐക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾ വന്ന് സ്വീകരിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് സിസ്റ്റർ ലിനറ്റ് ആന്റണി SKD. സിസ്റ്റർ ലിനറ്റും സ്ഥലത്തില്ല, പകരം കുടുംബാംഗങ്ങൾ വന്ന് സ്വീകരിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് 25 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെയാണ് ജോബി ആൻഡ് സ്മിത പ്ലാസ്നാൽ. അടുത്തത് സന്തോഷ് ആൻഡ് ബിന്ദു മരോട്ടിക്കൽ. ഇന്നലത്തെ ക്യാമറ തന്നെയാണ് നല്ലത് അല്ലേ? ഷാജു ആൻഡ് ബിന്ദു പാറയ്ക്കൽ. ഷാജു സ്ഥലത്തില്ല, ബാംഗ്ലൂര് കൊച്ചിന്റെ ലാം ലൈറ്റിംഗ് സെറിമണിക്കായി പോയി. ബിന്ദു ചേച്ചി മാത്രമേ ഉള്ളൂ. ജോസഫ് ആൻഡ് ജിൻസി ചിറക്കക്കുവേലി. അടുത്തത് ബാബു ആൻഡ് ഷൈനി ചെട്ടിയാർ. ആന്റണി ആൻഡ് ലൈബി കൊടക്കാട്. നീ ഇതൊന്ന് പിടിച്ച് ഞാൻ മറ്റൊന്ന് ക്ലിയർ ചെയ്തിട്ടെ. ബിജു ആൻഡ് ജീജ കാരിക്കുന്നേൽ. അവർക്ക് വേണ്ടി മകൻ വന്ന് സ്വീകരിക്കുന്നതായിരിക്കും. ബിജു ആൻഡ് ജീജ കാരിക്കുന്നേലിന് വേണ്ടി. അടുത്തതായിട്ട് നമ്മൾ ആദരിക്കേണ്ടത് നമുക്ക് ഏവർക്കും പ്രിയങ്കരായ ഒരു പ്രത്യേക വ്യക്തിത്വങ്ങളെയാണ്. ആ വ്യക്തിത്വങ്ങളെ ആദരിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഷാജിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. നമ്മുടെ നടത്തിപ്പ് കൈക്കാരൻ സാബു ചേട്ടനെയും ജിന ചേച്ചിയെയും പ്രത്യേകമായി ക്ഷണിക്കുന്നു. അവരുടെ വിവാഹത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒത്തിരിയേറെ സമയം പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പ്രിയപ്പെട്ട സാബു ചേട്ടനെ ഇപ്പം ഞാൻ രാവിലെ കണി കണ്ടു വിടേണ്ടത് തന്നെ സാബു ചേട്ടനെയാണ് ഇപ്പോൾ. അപ്പോൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകൾ ഈ സമയത്ത് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി സാബു ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്തുലമായ സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുകയും ദൈവാനുഗ്രഹം ആശംസിക്കുകയും ചെയ്യുന്നു.
എല്ലാവിധ ആദരവും നന്ദിയും അറിയിക്കുകയാണ് സാറേ. സാറിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷപ്രദമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയാണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റു പല വിധത്തിലും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഉപകാരികളെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഉപകാരികളാണ് സാർ സൂചിപ്പിച്ചതുപോലെ. എന്നാൽ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് സവിശേഷമാംവിധം നമ്മളെ കൂടുതലായി സഹകരിച്ച ഏതാനും വ്യക്തികളെ നമ്മളൊന്ന് ആദരിക്കുകയാണ്. അവരുടെ ആ നല്ല മനസ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അതേസമയം ഇവിടെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വിധവയുടെ കൊച്ചുവാശ് പോലെ ഏറ്റവും ചെറിയ സംഭാവന മുതൽ ഏറ്റവും വലിയ സംഭാവന വരെ നമ്മൾ ഒരുമിച്ച് കൂട്ടി ചേർത്ത് വെച്ചപ്പോഴാണ് ഇത്ര മനോഹരമായ ദിവസങ്ങൾ നമ്മൾക്ക് സമ്മാനിക്കാനായിട്ട് സാധ്യമായത്. അവിടെ ഏറ്റവും കൂടുതലായിട്ട് സഹായിച്ച നമ്മുടെ സഹകാരികളെ, നമ്മുടെ ഇടവകക്കാർ തന്നെയാണ്. അവരെ നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഇടവക സമൂഹത്തിന് വേണ്ടിയിട്ട്. അവരുടെ പേര് വിളിക്കുമ്പോൾ ദയവായിട്ട് അവർ മുമ്പോട്ട് കയറി വന്ന് ഇത് ഒരു നിങ്ങളോടുള്ള ആ സ്നേഹവും ആദരവും ഒരു പ്രോത്സാഹനവും മാത്രമാണ്, ദൈവാനുഗ്രഹമാണ് പ്രധാനമായിട്ട്. അത് ഞാൻ നേരത്തെ പള്ളിയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. സവിശേഷമാംവിധം ഈ ആദരിക്കപ്പെടുന്ന വ്യക്തികളെ ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട ജെറോം അച്ഛനെ കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛാ പ്ലീസ്. സന്തോഷിപ്പിച്ച മാർട്ടീന ചാൾസിന്റെ വയലൻ ഫ്യൂഷൻ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് റോബിൻസ് കാറ്ററിംഗ് ആണ്. ഒരു വിധത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും റോബിൻസ് കാറ്ററിംഗിന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എല്ലാം പറയും. നമുക്ക് റോബിൻസ് കാറ്ററിംഗ് ഒന്നുമല്ല, നമ്മുടെ തോമസ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാകും. അതുകൊണ്ട് നമ്മുടെ എല്ലാമായ തോമസ് ചേട്ടൻ ആ വരവ് കണ്ടാൽ തന്നെ ഒരു നമുക്കിനി ഇവിടെ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ ആന കൊണ്ടുപോകും. ഇവിടെ ആനയുടെ ആവശ്യമൊന്നുമില്ല, ഇതൊരു ആന ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തോമസ് ചേട്ടൻ ഏറ്റവും ആദരപൂർവ്വം ഞങ്ങള് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. താങ്കളുടെ സംരംഭങ്ങൾ ഇപ്പൊ മക്കളിലൂടെ വളരെയധികം ഫലപുഷ്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, പല മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും സമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ള നല്ല മനസ്സ് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടിയിട്ട് അടുത്താണ് ആദരിക്കുന്നത് സണ്ണി പട്ടേലിലാണ്. നമുക്കറിയാം, ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. സണ്ണി ചേട്ടന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ തൊണ്ടി ബാങ്കിനെ ഒരു ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കിന്റെ സ്റ്റാറ്റസിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് 5 സ്റ്റാർ ആണ്. ആ സ്ഥാപനത്തെ വിട്ടിട്ട് അദ്ദേഹം ഒരു 5 സ്റ്റാർ ആണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പം ഓക്കെ, താങ്ക് യു സാർ. അടുത്താണ് നമ്മളിപ്പോൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു, സാബു ഇരപ്പക്കാട്ട് നമ്മുടെ കൈക്കാരനാണെന്ന് പറയുന്നത്. ഈ തിരുനാളിന്റെ സമയത്ത് അദ്ദേഹം ബീഹാറിലെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിട്ടിട്ടാണ്, ലീവ് എടുത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു.
അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ ഈ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഈ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത് അദ്ദേഹത്തിന്റെ ഇവിടുത്തെ സേവനം സാധ്യമാകുമെന്ന് ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാബുവിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുക. അതുപോലെ തന്നെ അടുത്താണ് ബിജു കദളിക്കാട്ടിൽ. നമുക്കറിയാം ഇവിടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ കാസ സാൻജോസ് ഓഡിറ്റോറിയത്തിന്റെ പ്രവർത്തന സമയത്തെല്ലാം തന്നെ വളരെ സജീവമായിട്ട് കൈക്കാരനായിട്ടും അല്ലാതെയും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബിജു കദളിക്കാട്ടിനെ ക്ഷണിക്കുകയാണ്. അതുപോലെ സജിത്ത് ഉണ്ണി വന്നിട്ടുണ്ടോ? ഇത് വെച്ച് വായിക്കുന്നില്ലേ? സജിത്ത് ഉണ്ണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ പൊതുയോഗത്തിൽ വെച്ചിട്ട് വളരെ നല്ല കാര്യങ്ങൾ പറയുകയും അതുപോലെ ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹം ഇവിടെ തന്നെയാണ്. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഇടവകയോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സജിത്ത് ഉണ്ണി എല്ലാം വളരെ ലളിതമായിട്ട് മതി, ഒന്നും പറയണ്ട, വരണ്ട, വരികയില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. എന്നിരുന്നാലും വന്നു, സന്തോഷം. നമ്മുടെ യൂത്തിന് ഓറിയന്റേഷൻ കൊടുത്ത ആളും കൂടിയാണ്. ചുമ്മാ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമല്ല, ഒരു ട്രെയിനർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്തത് എല്ലാവരും സുപരിചിതനായിട്ടുള്ള ബേബി താഴത്തെ വീട്ടിലാണ്. നമ്മുടെ ബേബി ചേട്ടനാണ്. നമുക്കറിയാം മുൻപും കൈക്കാരനായിട്ട് ഇവിടെ പല സമയങ്ങളിലും സേവനമനുഷ്ഠിച്ചിരുന്നു. നിർണായക സമയങ്ങളിൽ ഇടവകയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സജീവ സാന്നിധ്യമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ തന്നെ നമുക്കറിയാം ഇടവകയുടെ പ്രവർത്തനം പേരാവൂർ തന്നെ അറിയപ്പെടുന്നതാണ്. ബേബിച്ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് മാത്യു തോമസ് ഇടത്താഴ്. മാത്യുചേട്ടനാണ്. മാത്യുചേട്ടൻ ഇടത്താഴ എന്ന് നമുക്ക് പറയുമ്പോൾ ഒരു അപൂർണതയാണ്. മാത്യുചേട്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം വ്യക്തമാണ്. എവിടെയുള്ളത്? യെസ്, ഇവിടെ വരുന്നുണ്ട്. എല്ലാം മുമ്പ് നമ്മുടെ തൊണ്ടി സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അതുകൂടാതെ പല പ്രാവശ്യമായിട്ട് ഇവിടെ ട്രസ്റ്റി ആയിരുന്നു, കൈക്കാരനായിരുന്നു. അതിനെല്ലാം ഉപരി നമ്മുടെ ഈ സംവിധാനത്തില് അതിരൂപതയുടെ സംവിധാനത്തില് കോർഡിനേറ്റർ എന്ന പദവി വന്നപ്പം ആദ്യത്തെ 3 വർഷത്തെ ആദ്യത്തെ ഇടവകയുടെ കോർഡിനേറ്റർ കൂടിയാണ് മാത്യു തോമസ് ഇടത്താഴ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഗ്രേറ്റ്നസ്. ഓക്കെ, അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഷിനോജ് നരുതൂക്കിൽ. ഷിനോജ് അല്ലെങ്കിൽ അറിയുന്നുണ്ടോ? ഷിനോജ് തന്നെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇടവകാംഗമാണ്. നരുതൂക്കിൽ ജ്വല്ലറി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഇടവകാംഗമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് നമുക്കറിയാം ഇവിടെ നമ്മുടെ വിൻസെന്റ് പോലെ സജീവ പ്രവർത്തകനാണ്. ഏത് കാര്യത്തിനും എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും നോ എന്നുള്ള വാക്ക് ഇല്ല. സാമ്പത്തികം മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് വിചാരിക്കും സാമ്പത്തികം, അതല്ല, മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നരുതൂക്കിൽ ജ്വല്ലറിയുടെ പ്രൊപ്പറേറ്റർ കൂടിയായിട്ടുള്ള ഷിനോജിനെ നമ്മൾ ആദരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ തോമസ് ചേട്ടനാണ്. തോമസ് ചേട്ടൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാം സജീവ സാന്നിധ്യം. അതുപോലെ തന്നെ നമ്മുടെ സഹകരണ ബാങ്കിന്റെ പുരോഗതിയുടെ സമയത്തൊക്കെ ആ ബാങ്കിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത തോമസ് ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ടുള്ളത് നമ്മുടെ കുമാർ കൺസ്ട്രക്ഷന്റെ ഞങ്ങളിവിടെ കുമാർ മേസ്ത്രിനെ വിളിക്കാം. കുമാർ സാറില്ലേ ഇവിടെ ഇല്ലേ? ഉണ്ട്. കാരണം വെച്ചാല് ഏത് കാര്യത്തിനും നമ്മുടെ ഇവിടെ ഈ ഒരു ഇടവക്കാരായി മാറിയിരിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമ്മളിൽ ഒരുവനായി മാറി നമ്മുടെ കുമാർ എന്ന് പറഞ്ഞ് എല്ലാവരും സുപരിതമായി മാറി. കൺസ്ട്രക്ഷൻ എല്ലാം വിട്ടിട്ട് മനുഷ്യന്റെ മനസ്സിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുമാർ മേസ്ത്രി ഞങ്ങൾ വിളിക്കുക. സാരമില്ല, നല്ല പേര്. അപ്പൊ ഞങ്ങൾ ആദരിക്കുകയാണ് ഇടവകയുടെ പേര്. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള രാജു ജോസഫ് ഇവിടെ വന്ന് KC വഴിയും തൊട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമായിക്കൊണ്ട് ഇന്ന് നമ്മുടെ പഞ്ചായത്തില് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് മെമ്പറായി, 8ാം വാർഡിന് മെമ്പറായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അതൊരു ഉപരിയായി നമ്മുടെ ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സജീവ സാന്നിധ്യവും സഹകരണവും നൽകിക്കൊണ്ടിരിക്കുന്ന രാജുവിനെ നമ്മൾ ആദരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ജോബി വാലങ്കണ്ടത്തിൽ യുവ നേതൃത്വമാണ്, യുവ തുർക്കി എന്നൊക്കെ പറയാം.
നമ്മുടെ ഇവിടെയുള്ള എല്ലാ സാംസ്കാരിക പരിപാടികളും നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളും എല്ലാം സജീവ സാന്നിധ്യം. നമ്മുടെ കൊളക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ജോബിയെ നമ്മൾ ആദരിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ IPATന്റെ മകനാണ്. അതാണ് നമുക്കൊരു എന്താ പറയുക ഓളം വരുന്നതാണ്. നമ്മുടെ നേരത്തെയുള്ള ദേവാലയ ശുശ്രൂഷയായിരുന്ന IPATന്റെ ആ അനുഗ്രഹമാണ് മക്കൾ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ആദരിക്കുന്നത് ഞങ്ങൾ. പ്രിൻസ് പന്തപ്പടാക്കൽ വന്നിട്ടില്ല. അത് സമ്പത്ത് സുരക്ഷിതമാക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക്. ആ ബാങ്കിന്റെ പ്രതിനിധികള് നമ്മളോട് സഹകരിച്ച് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഇടവകയുടെ എല്ലാവർക്കും അവിടെ ലോണുണ്ട്. ലോൺ എഴുതി തള്ളും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇവരെ ആദരിക്കുന്നത്. അവിടെ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി മുട്ടെങ്കിൽ, അതുപോലെ തന്നെ സെക്രട്ടറി ആണ് ജോജോ, അതുപോലെ തന്നെ അതിന്റെ ബോർഡ് മെമ്പറായിട്ടുള്ള ബാബു തുരുത്തിപ്പള്ളി, അവർ 3 പേരും കൂടിയാണ് വന്ന് ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്നത്. ഇനിയും നല്ല രീതിയിൽ ഈ സ്ഥാപനം നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ വളരട്ടെ നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിക്ഷേപങ്ങൾ അവിടെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ജോൺസൺ സാറാണ്. ജോൺസൺ പൊട്ടക്കൽ സാറാണ്. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർഡ് ആയതിനു ശേഷം അതൊരു അത്ഭുതം തന്നെയാണ്. കാരണം അതിനുശേഷം അദ്ദേഹം വീണ്ടും ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ട് മാറി. ആധ്യാത്മിക തലങ്ങളിൽ ആത്മീയ തലത്തിൽ ആത്മീയ ഗുരുവായിട്ട് സാറന്മാരുടെ സാറായിട്ട് സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ജോൺസൺ സാറിനെ ഞങ്ങൾ ആദരിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ആദരിക്കുകയാണ്. അത് ബിനോയ് എടുത്താണ് ഫോറിയോ മാസ്റ്ററിന്റെ പ്രൊപ്പറേറ്ററാണ്. ഇവിടെ ഇല്ലാന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇടവകയോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബിനോയ് എടുത്താണ്. അവര് ജോണി റോക്കി വിച്ചാട്ടും അതുപോലെ എത്തിച്ചേരുന്ന അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവും നമുക്കറിയാം എല്ലാം പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഇടവകയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ തിരക്കുള്ള മനുഷ്യനാണ് ഒത്തിരി ബിസിനസ് മേഖലകളിൽ. എന്നാലും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് ജോണി റോക്കി വിച്ചാട്ട്. അത് ജെയിംസ് സർക്കിളാണ്. ജെയിംസ് സർക്കിളും നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ തിരുനാൾ വരുമ്പോഴും അല്ലാത്ത പ്രവർത്തനങ്ങളെല്ലാം എവിടെ കൂട്ടിക്കൊണ്ടുപോയാലും 10 ആളോട് കാര്യങ്ങൾ പറയുവാനും സംസാരിക്കുവാനും സാമ്പത്തികമായിട്ടും അല്ലാതെയും ഇടവകയോട് ചേർത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അലുമിനിയം ഫാബ്രിക്കേഷനിലൂടെ വളരെ സുപരിചിത സെന്റ് ജോസഫ്, അതിന്റെ പേര് സെന്റ് ജോസഫ്, അതിന്റെ ഉടമ കൂടിയായിട്ടുള്ള ജെയിംസ് അറക്കൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇവരെയാണ് നമ്മൾ ആദരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും തന്നെയാണ് ഇതിന്റെ സൗണ്ട് ആൻഡ് ലൈറ്റ് വന്നിരിക്കുന്നത് ഹൈടെക് തൃശ്ശൂരാണ്. അതിന്റെ പ്രൊപ്പറേറ്ററായിട്ട് എല്ലാമായിട്ട് പ്രവർത്തിക്കുന്ന ജെൻസൺ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എത്തിച്ചേർന്നോ അറിയില്ല. അതുപോലെ തന്നെ ഈ താമരശ്ശേരി ചുരം ബാൻഡിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ജോയാണ് നമ്മൾ ബന്ധപ്പെട്ടിരുന്നത്. പക്ഷെ ഇവിടെയുള്ളത് നെബിൻ ആന്റണിയാണ്. നെബിൻ ആന്റണി ഇവിടെയുണ്ടോ? പ്ലീസ്.